മടക്കി വെക്കാവുന്നതും ആവശ്യത്തിനനുസരിച്ച് എടുത്തു വെക്കാവുന്നതുമായ ഈ വീടുകളിൽ വരുന്ന സൗകര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഇത് നേരെ കൊണ്ടുപോയി അങ്ങ് വെച്ചാൽ മതി, അവർ തന്നെ വന്ന് ഇൻസ്റ്റാളേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് തരുന്ന രീതിയിലാണ്. ഇതിനകത്ത് വരുന്ന വിൻഡോകളെല്ലാം അതിൽ ഫിക്സഡ് ആണ്, ഡോറുകൾ ഫിക്സഡ് ആണ്, ഇതെല്ലാം അവർ തന്നെ പ്ലേസ് ചെയ്ത് തരും. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ഇന്നത്തെ കാലത്ത് വീടുകൾ ഓൺലൈനിലൂടെ വാങ്ങുന്ന ഒരു അവസ്ഥ വന്നില്ലേ, പിന്നെ എന്തിന് ഈ വീടുകളുടെ വീഡിയോകൾ അല്ലെങ്കിൽ വീട് പണിക്ക് ആവശ്യമുള്ള ടിപ്സുകൾ, ഇതിനൊക്കെ സ്കോപ്പ് ഉണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓൺലൈനിലൂടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുന്ന അതേ രീതിയിൽ വീട് നമ്മൾ പർച്ചേസ് ചെയ്ത് സ്ഥാപിക്കുന്ന ഒരു സിസ്റ്റം വന്നിരിക്കും. അതുപോലെ തന്നെ ഫ്ലഡ്, പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഉരുൾപൊട്ടലൊക്കെ വന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ടു ഒരുപാട് വീടുകൾ നശിച്ചു പോയി. ഇങ്ങനെ മടക്കി കൊണ്ടുപോകാൻ പറ്റുന്ന വീട് പോരെ നമുക്ക് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഇനി എന്തിന് നമ്മുടെ ഭാവി കാലങ്ങളിൽ വീടിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയല്ലേ. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലും ഷെയർ ചെയ്യുമ്പോൾ കുറേ ആളുകളെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സംശയങ്ങൾക്കും ഇതുപോലുള്ള പ്രൊഡക്റ്റിനൊക്കെ നമ്മൾ അപ്ഡേഷനുകൾ നമ്മുടെ ചാനലിലൂടെ നൽകാറുണ്ട്. ഇന്ന് നമ്മുടെ വ്യൂവർ ചോദിച്ച ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഭാവി വരുന്ന തലമുറക്കൊക്കെ ഉണ്ടാവുന്ന ഒരു ആശങ്ക തന്നെയാണ്. ഇന്നിതാ വൻകിട കമ്പനികളായ ആമസോൺ, ഇലോൺ മസ്കിൻ്റെ ടെസ്ല കമ്പനിയുടെ ബ്രാൻഡായ ബോക്സബിൾ എന്നീ കമ്പനികളൊക്കെ വീടുകൾ പോർട്ടബിളായിട്ട് സെയിൽ ചെയ്യാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. മടക്കി വെക്കാവുന്നതും ആവശ്യത്തിനനുസരിച്ച് എടുത്തു വെക്കാവുന്നതുമായ ഈ വീടുകളിൽ വരുന്ന സൗകര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അതായത് ബെഡ്റൂമുകളാണെങ്കിൽ 2 ഹാള്, കിച്ചണ്, ടോയ്ലറ്റ് ഇതെല്ലാം ഉൾക്കൊള്ളാൻ. ഈ പലർക്കും സംശയം ഇതിനകത്ത് വയറിങ്, പ്ലംബിംഗ് ഒക്കെ ഉണ്ടെന്നല്ലേ. ഇതെല്ലാം ചെയ്തു വരുന്ന ഫുൾ ഫ്രീ ഫാബ് ആയിട്ടുള്ള ഒരു വീട് നേരെ കൊണ്ടുപോയി അങ്ങ് വെച്ചാൽ മതി, അവർ തന്നെ വന്ന് ഇൻസ്റ്റാളേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് തരുന്ന രീതിയിലാണ് ഇതുപോലുള്ള വീടുകൾ വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ആൾക്കാർക്ക്, ഇത് എനിക്ക് പറ്റുമോ എന്നുള്ളതല്ലേ. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് US മാത്രമാണ്. ഇത് ഒരുപാട് ആളുകൾ അവിടെ ഉപയോഗിക്കാനും തുടങ്ങിയെന്നാണ്. വീട് എന്നുള്ളത് സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്ത് അത് ഒരു തറവാട് അല്ലെങ്കിൽ ഒരു അഡ്രസ്സാക്കി മാറ്റുന്ന സമ്പ്രദായം നമ്മുടെ നാടുകളിലാണ് കൂടുതലുള്ളത്. മറ്റ് രാജ്യങ്ങളിൽ അത് മാറിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ടെമ്പററി ആയിട്ടുള്ള ഒരു ഏരിയ ആയി മാറി വീട്. നമുക്ക് വീട് എന്നുള്ളത് ഒരു അസറ്റാണോ എന്നുള്ള സംശയങ്ങൾ പലപ്പോഴും സാമ്പത്തിക വിദഗ്ധരൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാലമാണ്. അങ്ങനെ വരുമ്പോൾ വീട്ടിലേക്ക് കുറേ ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു വീട് എന്നുള്ള കൺസെപ്റ്റിൽ ഇതിനെ എടുക്കാൻ പറ്റും. ഇതൊരു പോർട്ടബിൾ വീടാണ്. നമുക്ക് ആവശ്യമുണ്ടാകുമ്പോൾ ഇത് മടക്കി വെക്കാം, ആവശ്യമുണ്ടാകുമ്പോൾ ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ. അതുപോലെ ഈ സ്ഥലത്ത് നിന്ന് മാറ്റി നമുക്ക് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാനും പറ്റും. ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 10 ലക്ഷം മുതൽ 22 ലക്ഷം രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ സൈസ് 19 to 20 ഫീറ്റിലൊക്കെയാണ് വരുന്നത്. നമുക്ക് വലിയ വീടുകളൊന്നും പറ്റില്ല, എന്നാൽ ഒരു ആവറേജ് എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഫാമിലിക്ക് വേണ്ട വീടുകളാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ മൾട്ടി ഡോർ, മൾട്ടി വിൻഡോ സിസ്റ്റംസ് ആണ് എല്ലാം വരുന്നത്. അതായത് ഇതിനകത്ത് വരുന്ന വിൻഡോകളെല്ലാം അതിൽ ഫിക്സഡ് ആണ്, ഡോറുകൾ ഫിക്സഡ് ആണ്, ഇതെല്ലാം അവർ തന്നെ പ്ലേസ് ചെയ്ത് തരും. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ള വീടുകളായിരുന്നെങ്കിൽ നമുക്കറിയാം ഇങ്ങനെ ഒരു മുൻകരുതൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം വരുന്നുണ്ട്, ഉരുൾപൊട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷനൊക്കെ കിട്ടിയിരുന്നെങ്കിൽ പല സ്ഥലത്തു നിന്നും നമുക്ക് ആ വീടുകൾ ഫോൾഡ് ചെയ്ത് വാഹനങ്ങളിലൂടെ മാറ്റാമായിരുന്നു. ഇനി ആ ഒരു സാഹചര്യം എന്നല്ല, ഫ്ലഡിൻ്റെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും. ആ ഒരു സമയത്തൊക്കെ നമുക്ക് ആ വീടിനെ എടുത്ത് ഫോൾഡ് ചെയ്ത് നേരെ കൊണ്ടുപോകാൻ പറ്റിയിരുന്നെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ. അതുപോലെ തന്നെ മറ്റ് പ്രകൃതി ദുരന്തങ്ങളെന്ന് പറഞ്ഞാൽ തീപിടുത്തം, ഇതൊക്കെ വരികയാണെങ്കിൽ നമുക്ക് സ്പ്രെഡ് ആകുന്ന സമയത്ത് തന്നെ അവിടുന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്താം. അപ്പോൾ ഭാവിയിലുള്ള വീടുകൾ ഇങ്ങനെയും മാറാനും ചാൻസ് ഉണ്ട്. അതൊക്കെ പോട്ടെ, വയനാട് ദുരന്തത്തിൽ നമ്മൾ കണ്ടു വളരെ വലിയ വീടുകൾ, ലക്ഷറി ആയിട്ടുള്ള വീടുകൾ, ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള വീടുകൾ, ഇതൊക്കെ നശിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അത്രയും നഷ്ടം വരികയാണല്ലോ. നമ്മൾ ഈ പറഞ്ഞ ഫോൾഡബിൾ വീടുകൾ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് അല്ല, കുറഞ്ഞ റേറ്റിൽ, അതായത് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ വീട് പണിയുടെ റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറഞ്ഞ രീതിയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന വീടുകളുണ്ട്. അപ്പോൾ ടെമ്പററി ആയിട്ട് ഇതുപോലുള്ള ഏരിയ, ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയകളിലൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാതെ സിമ്പിളായിട്ടുള്ള വീടുകളിലേക്ക് മാറാനും പറ്റും. ടെസ്ല കമ്പനിയുടെ ഫോൾഡബിൾ വീടുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വീടുകളാണ്. ഇലോൺ മസ്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരു മേഖലയിൽ നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് ചെയ്തത്. ഏറ്റവും ആദ്യം തന്നെ അദ്ദേഹമാണ് തുടങ്ങിയെന്ന് പറയാം. കാരണം 2 വർഷം മുമ്പേ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം അനൗൺസ് ചെയ്തിരുന്നു. ഇപ്പോൾ ആ മാർക്കറ്റിൽ ഈ ഒരു പ്രൊഡക്റ്റ് ലഭ്യമാണ്. ഈ പ്രൊഡക്റ്റ് ലഭ്യമാകുക എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലായിട്ടുള്ള ഏരിയകളിലാണ് ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ട്. കാരണം ഇത് ഫിക്സ് ചെയ്യണമെങ്കിൽ അവർ തന്നെ ഡെലിവർ ചെയ്തിട്ട് അവർ തന്നെ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഫിക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ആളുകളുടെ ഇൻവോൾവ്മെൻറ്റ് ഇല്ലാതെ തന്നെ
ഫുള്ള് യന്ത്രങ്ങൾ തന്നെ ഫിക്സ് ചെയ്യുന്ന രീതി. കാരണം അവർ തന്നെയാണല്ലോ അത് മാനുഫാക്ചർ ചെയ്ത്, അപ്പോൾ കറക്റ്റായിട്ടുള്ള ഫിക്സിങ് അവിടെ നടക്കും. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ ഭാവിയിലുള്ള പല വീടുകളും ഈ ഒരു രീതിയിലേക്ക് മാറും, മിക്ക രാജ്യങ്ങളിലും ഈ ഒരു സ്റ്റൈലിലേക്ക് മാറും എന്ന് തന്നെയാണ് വരുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് ഒരു ചർച്ച വരുന്ന ഒരു ഭാഗം തന്നെയാണ് വീടുകളെന്ന് പറഞ്ഞാൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. പലരും ഫ്ലാറ്റുകളിലൊക്കെ നിന്ന് റെൻറ്റിനൊക്കെ നിന്നിട്ടാണ് ജീവിക്കുന്നത് പോലും. നമ്മളൊരു വീട് വെക്കേണ്ട ഒരു വലിയ എമൗണ്ട് നമ്മുടെ ജീവിതത്തിന് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെ എന്നാണ് പലരും ചോദിക്കാറുള്ളത്. ഈ വീടുകളുടെ വോളുകൾ ആദ്യം ഫിക്സ് ചെയ്തതിന് ശേഷം ഓരോ പാർട്ടായിട്ട് ജോയിൻ ചെയ്ത് അകത്തുള്ള ചുമരുകൾ ഫോൾഡ് ചെയ്ത് അൺഫോൾഡ് ചെയ്ത് അവസാനം റൂഫ് മാത്രം നിർത്തി കൊണ്ടുവരുന്ന രീതിയാണ്. പിന്നെ അതിൻ്റെ വയറിങ്ങും പ്ലംബിങ്ങും ഒക്കെ അതിന് തന്നെ ബിൽറ്റ് ഇൻ ആയതുകൊണ്ട് അത് ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു ആശങ്കയാണ് ഡ്രെയിനേജ്, വേസ്റ്റ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നൊക്കെ ഉള്ളത്. ഇതിനൊക്കെ വേണ്ട പ്രൊവിഷൻസ് എല്ലാം അവർ തന്നെ അതിനകത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ടെൻഷനേ വേണ്ട. നമ്മുടെ നാട്ടിൽ ഇന്ന് കണ്ടെയ്നർ ഹോമുകൾ കേരളത്തിൽ 2 or 3 ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിന് കൂടുതൽ ലൈഫ് കാണാറില്ല, കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യാറില്ല. പിന്നെ ഇതുപോലുള്ള വീടുകൾ നമ്മുടെ ഇന്ത്യയിലും വന്നു കഴിഞ്ഞാൽ മലയാളികൾ ചൂസ് ചെയ്യുമോ എന്നുള്ളത് ഒരു സംശയം തന്നെയാണ്. നമ്മുടെ സുഹൃത്ത് ഷാക്കിർ ഉണ്ട്. ഷാക്കിറിനോട് നിങ്ങൾക്ക് വേണ്ടി സാധാരണക്കാരനുള്ള ആശങ്കകൾ അവരോടൊന്ന് ചോദിച്ചു നോക്കാം. ഇങ്ങനെ ഒരു ആശയം വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആശങ്കയില്ലേ? ഈ ആശങ്കകൾ, നിങ്ങളുടെ ചോദ്യങ്ങൾ കുറച്ചെങ്കിലും നമ്മുടെ സുഹൃത്ത് ഷാക്കിർ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തോട് നമുക്ക് അദ്ദേഹത്തിന് വരുന്ന സംശയങ്ങളൊന്ന് ക്ലിയർ ചെയ്തിട്ടാകാം ബാക്കി കാര്യങ്ങൾ. നമ്മളെ വ്യൂവേഴ്സേ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനിരിക്കുകയാണ്. ഇനി അവർ കമൻറ്റിലൂടെ ചോദിക്കും. പക്ഷേ എനിക്ക് ചോദിക്കേണ്ടത്, നിങ്ങൾക്ക് ഇങ്ങനൊരു ആശയം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഷാക്കിറിന് തോന്നിയ ഒരു ആശങ്കകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് എനിക്ക് വന്നൊരു ഡൗട്ട്, ഇത് ഓൺലൈനിൽ നമ്മൾ വാങ്ങുന്ന സമയത്ത് എത്രത്തോളം ഇതിന്റെ ഒരു ഡ്യൂറബിലിറ്റി, അതിന്റെ ഒരു ഉറപ്പ്. മലയാളി എന്ന് പറഞ്ഞാൽ വീട് എന്ന് പറഞ്ഞാൽ ബലം വേണം, നമ്മൾ അതിന് വേണ്ട പ്രൊട്ടക്ഷൻ ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് വീട് കൊണ്ട്. അപ്പൊ ഇത് അതിന് പറ്റുമോ? അനിമൽസിന്റെ അറ്റാക്ക്, അതുപോലെ തന്നെ തീവ്സിന്റെ അറ്റാക്സിനൊക്കെ നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ സംശയം. ഓക്കെ, സാധാരണക്കാരനുണ്ടാവുന്ന സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ UPVC വിൻഡോസും അതുപോലെ ഓപ്പൺ സ്പേസുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കുറേയൊക്കെ ക്യാമറകളുടെ പ്രൊട്ടക്ഷനിൽ മാത്രമാണ് അത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു സെക്യൂരിറ്റി കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്ക് സെക്യൂരിറ്റി ഉണ്ട്. ഗ്ലാസ്സിൽ ടഫൻ ഗ്ലാസ്സുകളായിരിക്കാം, നമുക്ക് കട്ട് ചെയ്തെടുത്ത ടഫൻ ഗ്ലാസ് അടിച്ചാൽ പൊട്ടില്ലെങ്കിലും കട്ട് ചെയ്തെടുത്ത് അങ്ങനെയൊക്കെ വരുന്ന തീഫിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയില്ല. ഇനി മറ്റു മൃഗങ്ങളുടെ അറ്റാക്ക് നമുക്ക് എന്തായാലും പ്രൊട്ടക്ഷൻ കിട്ടും. പക്ഷേ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഉണ്ടാവുന്ന ഈ ഭൂചലനങ്ങൾ അല്ലെങ്കിൽ അതുപോലെ പ്രകൃതിക്ഷോഭങ്ങളുണ്ട്, വെള്ളപ്പൊക്കം അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരും, അതിന് പ്രൊട്ടക്ഷൻ കിട്ടില്ല. പക്ഷെ ഇത് ഫോൾഡബിൾ ആയിട്ട് മൂവബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. വെള്ളപ്പൊക്കം വരുന്നെന്ന് കണ്ടാൽ നമുക്ക് മടങ്ങി അങ്ങ് പെട്ടിയിലാക്കി പോകാം, അങ്ങനെ ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ വീടുണ്ടാക്കുന്ന പല കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ്. അതെ, അപ്പൊ ഇതിന്റെ ഒരു തിക്നെസ് എത്ര ഉണ്ടാവും? വളരെ കുറഞ്ഞ. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. അതായത് നമ്മൾ സാധാരണ ലാറ്ററൈറ്റിന്റെ 8 ഇഞ്ച് കനമൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. ഏറ്റവും വെയിറ്റ് കുറക്കുക എന്നുള്ള ഒരു ആവശ്യം കൂടിയാണ്. കാരണം ഇത് ഹോം ഡെലിവറി ആയിട്ട് അല്ലെങ്കിൽ എങ്ങനെ പറയാം, ലാൻഡ് ഡെലിവറി ആയിട്ട് വരേണ്ട പ്രൊഡക്റ്റ് ആണ്. കണ്ടെയ്നർ ആയിട്ട് വരുന്നതാണ്. കണ്ടെയ്നറിൽ വന്നിട്ട് അവർ അങ്ങ് അൺഫോൾഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിലേ അവർ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നേരെ നമ്മളൊരു ലാൻഡിലേക്ക് വരിക എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു. പക്ഷേ ഇത് നമുക്കൊരു സ്ഥിരമായിട്ടുള്ള വീടല്ലാതെ നമുക്കൊരു ടെമ്പററി ഹോം അല്ലേ, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു പ്രോപ്പർട്ടിയിൽ അവിടെ ഒരു സ്റ്റേ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇത് അഡ്വാൻറ്റേജ് ആയിരിക്കും. ഒരു അഡീഷണൽ വീട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഔട്ട് ഹൗസ് അല്ലെങ്കിൽ ഒരു ഫാം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു റിസോർട്ട് പോലെയൊക്കെ യൂസ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ വീട് എന്തായാലും എനിക്ക് തോന്നുന്നത് ഒരു സ്റ്റെയറേ ഉണ്ടാവുള്ളൂ, ഡബിൾ ഹൈറ്റ് ഉണ്ടാവില്ല അല്ലേ? ഡബിൾ ഹൈറ്റിൽ ഇപ്പോൾ വന്നിട്ടില്ല. ഇപ്പോൾ വരുന്നതൊക്കെ സിംഗിൾ സ്റ്റോർ. നമ്മൾ യഥാർത്ഥത്തിൽ ഇതൊരു കുറച്ചു കാലം മുമ്പ് നമ്മുടെ നാട്ടിൽ വന്നൊരു സിസ്റ്റം ആയിരുന്നു ഈ ഒരു കണ്ടെയ്നർ ഹോം എന്നുള്ളത്. കണ്ടെയ്നറുകൾ വെച്ചിട്ട് വീടുണ്ടാക്കാം. അതെന്ന് വെച്ചാൽ ഈ കണ്ടെയ്നറെ വെൽഡ് ചെയ്ത് നമുക്ക് ഏതൊരു സ്റ്റൈലിലേക്ക് കൊണ്ടുവരാം. കണ്ടെയ്നർ കോഫി ഷോപ്പൊക്കെ കണ്ടിട്ടില്ലേ, അത് വീട് എന്നുള്ള കൺസെപ്റ്റിലും വന്നു. അന്ന് സ്റ്റെയർ ഉണ്ട്, പക്ഷെ ഇതിനകത്ത് അത്രക്ക് വലിപ്പം വരുന്നില്ല. ഇത് മെറ്റലാണോ സംഗതി? ഇത് മെറ്റലുകളും അതുപോലെ തന്നെ PVC മെറ്റീരിയൽ വരുന്നുണ്ട്. അതുപോലെ റൂഫിന് വരുന്ന ജോയിന്റുകൾ WPC പോലെ മെറ്റീരിയലുകളൊക്കെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഇത് ഫ്രീ ഫാബ്രിഡ് ആയിട്ടുള്ള മെറ്റീരിയൽ, അത് നമുക്ക് പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത്. നമ്മൾ കേരളത്തിലാണ് താമസിക്കുന്നത്, തെങ്ങ് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? അപ്പൊ തേങ്ങ വീണ് ഓട് പൊട്ടുന്ന ഒരു സംഭവം നമ്മൾ സാധാരണ കേൾക്കും. ഈ ഒരു വീടിന്റെ മുകളിലേക്ക് തേങ്ങ വീണ എന്ത് സംഭവിക്കും? അതെ, നമ്മൾ ഏത് റൂഫിംഗ് മെറ്റീരിയൽ പരിചയപ്പെടുത്താൻ പോയപ്പോഴും ബ്രേക്കബിൾ ആണോ, അതിലേക്ക് തേങ്ങ വീണാൽ എന്താണ്, പൊട്ടൂല, ഇങ്ങനെ അതെ, അതുകൊണ്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണത്. ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ WPC മെറ്റീരിയലാണ് റൂഫിൽ വരുന്നത് തോന്നുന്നു. കാരണം ഹീറ്റ് കുറക്കാൻ മെറ്റലാകുമ്പോൾ അതിൻ്റെതായ കുറവുണ്ട്. അതിനകത്ത് വരുന്ന ഒരു മെറ്റീരിയൽ കൂടെ വരുന്നുണ്ട്. അങ്ങനെ
തേങ്ങ വീണ് പൊട്ടാൻ ചാൻസ് കുറവാണ്. ചിലപ്പോ ക്രാക്ക് ഒക്കെ വന്നേക്കാം. എന്നാലും വീടുള്ളിടത്ത് ആരും തെങ്ങ് അതിന് മണ്ടയിലേക്ക് വരുന്ന രീതിയിൽ ഇന്നത്തെ കാലത്ത് ആരും വെക്കുന്നില്ല. പക്ഷെ മുമ്പ് ഒരു തെങ്ങെങ്കിലും അവിടെ നിർത്തണം എന്നുള്ള നിലയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്ത് പോന്നിട്ടുണ്ട്. അതൊക്കെ ഓടുകൾ മാറ്റാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നത് ബുദ്ധിമുട്ടാണ്. പിന്നെ വേറൊരു സംശയം എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ ഗ്യാസ് ഉണ്ടാവും, ഇലക്ട്രിക് സ്റ്റവ് ഉണ്ടാവും, അതുപോലെ ഇലക്ട്രിസിറ്റി വയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത്തരം സംഗതികളൊക്കെ അതിൽ ഉൾക്കൊള്ളിക്കുമ്പോൾ ആ വീടിന് എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ തീ കത്താനുള്ള സാഹചര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളതാണ് ടെൻഷൻ. ഓക്കെ, ഇതുപോലെ പുതിയ ടെക്നോളജി വരുന്ന കാലത്ത് ഈ പുതിയ വീട് അതിലും അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ അതിന് വേണ്ട കറക്റ്റായിട്ടുള്ള ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ വരുന്നേ ഉള്ളൂ. കാരണം നമ്മുടെ നാട്ടിൽ ഇത് ഇറങ്ങിയില്ല. നമുക്കൊന്ന് പോയി വിസിറ്റ് ചെയ്ത് നമ്മുടെ വ്യൂവേഴ്സിന് ഡയറക്റ്റ് പരിചയപ്പെടുത്താൻ ഇറങ്ങിയിട്ടില്ല. ഉള്ളത് അമേരിക്കയിലാണ്. അവിടെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് താനും. ഇത് വളരെ ഈസി ആയിട്ട് അൺഫോൾഡ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള ആശങ്കകൾ ഒരുപാടുണ്ട്. അതിൽ തീർന്നിട്ടില്ല. അതായത് നമ്മളിപ്പോൾ വില കൂടിയ മൊബൈൽ ഫോണുകൾ, അതുപോലെ തന്നെ ആഭരണങ്ങള്, പിന്നെ അങ്ങനെ കുറെ പൈസ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ സൂക്ഷിക്കും. സേഫ് ആണോ എന്നാണ് ചോദിക്കുന്നത്. കാരണം മലയാളികള് എത്ര അപ്ഡേറ്റ് ആയാലും ഈ പറഞ്ഞ കാര്യങ്ങളെ ഒക്കെ ഉപയോഗിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വീട് വാങ്ങി വീടായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പൈസ നമ്മൾ വിൽക്കൂല. നമ്മൾ അത്രയും ടെക്നോളജി മാറിയിട്ട് നമ്മൾ ഒക്കെ ബാങ്കിലായിരിക്കാം, ലോക്കറിലായിരിക്കാം, ആ സിസ്റ്റത്തിലേക്ക് മാറിയിട്ടുണ്ടാവും. അങ്ങനെ മാറിയ ഒരാൾ മാത്രമേ ഇങ്ങനെ വീട് വാങ്ങി ഉപയോഗിക്കാൻ സാധ്യതയുള്ളൂ. സാധാരണക്കാരന് ഇത് ഉപയോഗിക്കില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മറ്റൊരു ഭാഗം. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷം മുതൽ 22-25 ലക്ഷത്തോളം അഫോർഡബിൾ പ്രൈസ് ആണ്. സാധാരണക്കാരന് വാങ്ങാൻ സാധ്യതയുണ്ട്. അതെ, 10 ലക്ഷത്തിനൊക്കെ നമ്മൾ ബഡ്ജറ്റ് വീടുകളൊക്കെ ഉണ്ടാക്കുന്ന മറ്റു പരിചയപ്പെടുത്തിയ സ്ഥിതിക്ക് ചെറിയ ഫാമിലികളൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും 10 ലക്ഷത്തിന്റെ വീട് ഉണ്ടാക്കാനാണ് ചെറിയ ലാൻഡ് ഉള്ളവർ ശ്രമിക്കുക. ഒരു സെക്കൻഡറി വീടായിട്ടൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, സെക്കൻഡറി വീടായിട്ടാണ് മലയാളികൾ ഇത് കാണാം. പക്ഷെ ഞാൻ പറയുന്നു, അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന മറ്റു ക്വസ്റ്റ്യനുകൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ റിപ്ലൈ തരാം. മലയാളി ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ ടൈം എടുക്കും, അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ ടൈം എടുക്കും. ഇന്ത്യയിൽ വന്ന ഉടൻ ഉപയോഗിക്കുന്ന ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. അവർ ചെയ്ത് അത് എക്സ്പീരിയൻസ് ആയി 10 കൊല്ലം കഴിയുമ്പോൾ മലയാളി പറയും, ഇതാ പുതുതായിട്ട് നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ പറഞ്ഞ പോലെ പുതിയ വീടുകൾ വന്നിരിക്കുകയാണ്. പക്ഷെ വന്നിട്ട് 10 വർഷമായിട്ടുണ്ടാവും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. സംശയങ്ങളും ഇതുപോലുള്ള അപ്ഡേഷനുകൾ വരുമ്പോൾ നമ്മളെ ചാനലിൽ ഇതുപോലെ അപ്ഡേഷൻ ഉണ്ടാവും. കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. പിന്നെ ഫോളോ ചെയ്ത് കാണുന്ന കാര്യം മറക്കല്ലേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.